ശ്രീമതി ആശ ഉണ്ണിത്താൻ, എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ആശ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടാകുന്ന ബോധപൂർവമായ ചില നീക്കങ്ങൾ, ശ്രമങ്ങൾ, അത് വാസ്തവത്തിൽ ആദ്യമല്ല. അവർ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റ ഘട്ടം മുതൽ തന്നെ ബോധപൂർവം അവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്ന നിലയിൽ പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടത്തിൽ സമൂഹ മാധ്യമത്തിലടക്കം അതിന് തുടർച്ചയായി പല പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ മുൻപ് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ച് പ്രതിഷേധം നടത്തുമ്പോൾ എന്താണ് ഒരു റീത്ത് വെക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ സംഭവം. അവിടെയും നോക്കൂ, ആ ദൃശ്യങ്ങൾ, ആക്രമിക്കുന്ന സ്പെസിഫിക് ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി കള്ളം പറയുന്നു, അവരുടെ അവർ മോണോ ആക്ടിലൊക്കെ പങ്കെടുത്ത ആളാണ്, ആ നിലയിലുള്ള ന്യായീകരണങ്ങളും വാദങ്ങളും ഒക്കെയാണ് ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്താണ് ആശ ഉണ്ണിത്താൻ ആ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്? ദൃശ്യങ്ങൾ പുറത്തു വന്നില്ല എന്നതിനർത്ഥം ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നാണോ? ഒന്നാമത്തെ കാര്യം, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തോന്നിയ പോലെ തോന്നിക്കേറി ചെന്ന് ഗറില്ല ആക്രമണങ്ങൾ നടത്താനും പോക്കറ്റ് അടിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഉള്ള അസാൻമാർഗിക കാര്യങ്ങളോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലമല്ല. റെയിൽവേ സ്റ്റേഷൻ വളരെ തന്ത്രപ്രധാനമായ സ്ഥലമായിട്ട് നമ്മൾ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള ഒരു സെൻറ്ററാണ്. അവിടേക്ക് അങ്ങനെ അനുവാദമില്ലാതെ കടന്നുകൂടാൻ പാടില്ല. സോ ഫ്രം ദർ ഇറ്റ് സെൽഫ് ക്രിമിനൽ ട്രെസ്പാസ് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ മന്ത്രി യാത്ര ചെയ്യുന്നു, ഓക്കെ, ഒരു മനുഷ്യൻ്റെ യാത്രാ സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ ഹനിക്കുന്നത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതിന് നമുക്ക് ഫേസ്ബുക്ക് തൊട്ട് ഒരുപാട് നല്ല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ലോകോത്തര നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ എല്ലാവിധ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഈ ചെറുപ്പക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രാകൃത രീതികളൊക്കെ മാറ്റിവെച്ച് ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് അവർക്ക് കൃത്യമായി തന്നെ ജനങ്ങളെല്ലാം വായിക്കുന്ന പോസ്റ്റുകളോ റീലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഡിജിറ്റൽ മാധ്യമ സ്പേസസോ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ റോട്ടിൽ തന്നെ പോസ്റ്റർ ചെയ്തോ ഒക്കെ ചെയ്യാലോ. ഒരു മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടാണോ പ്രതിഷേധം ചെയ്യേണ്ടത്? ഒരു വ്യക്തിയുടെ വഴി തടയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രതിഷേധങ്ങൾ നമ്മൾ സ്വാഭാവികമായും ഒരുപാട് എടുത്ത് കണ്ടിട്ടുള്ളതാണല്ലേ. കോടതിയല്ല, നോക്കൂ മാഡം, നമ്മൾ കോടതിയിലല്ല ഇരിക്കുന്നത്. ആക്രമണം നടന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. മന്ത്രി പറയുന്നു, ഒരു മനുഷ്യൻ പറയുന്നു, ഒരു സ്ത്രീ പറയുന്നു എൻ്റെ നേരെ ആക്രമണം നടന്നു എന്ന് പറഞ്ഞാൽ FIR ഇടുക, കേസ് രജിസ്റ്റർ ചെയ്യുക. ഇൻവെസ്റ്റിഗേഷൻ സ്വതന്ത്രമായി തന്നെ പോലീസ് നടത്തുന്നു, അത് കോടതിയിലെത്തുന്നു, ട്രയൽ വരുന്നു. വിചാരണ സമയത്ത് നടന്നോ ഇല്ലേ എന്നുള്ള കാര്യം തെളിയിക്കപ്പെടും. അല്ലാതെ നമ്മൾ മാധ്യമത്തിൽ വിചാരണ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് രണ്ടുപേരും ആക്രമണം നടന്നോ നടന്നില്ലേ എന്ന് പറയേണ്ടത് അല്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം, അതായത് ഒരു മനുഷ്യന് നേരെ നടക്കുന്ന ഒരു അതിക്രമം, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യ അവകാശങ്ങളുള്ളപ്പോൾ അത് അനാർക്കിയിലേക്ക് കൊണ്ടുപോകല്ല ചെയ്യേണ്ടത്. ഇത് ഏതൊക്കെ രീതിയിലാണ് ന്യായീകരിക്കാൻ സാധിക്കുക? അഹിംസ പറയുന്ന, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന, സോഷ്യലിസം പറയുന്ന ഒരു മനുഷ്യർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്തുണ പറ്റി അതിൻ്റെ കൊടിയും അതിൻ്റെ അടയാളവും അതിൻ്റെ ഇസവും മുറിയെ പിടിക്കുന്ന ചെറുപ്പക്കാർ ഒരു മനുഷ്യനോട്, ശരിയാണ്, ആഭ്യന്തരത്തിന് നേരെ നമ്മൾക്ക് കൃത്യമായി തന്നെ നിങ്ങൾക്കോ നമുക്കോ ഒക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ആക്ഷേപങ്ങൾ ഉണ്ടാവാം. അത് ആ രീതിയിൽ ഉപയോഗിക്കണം. അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മന്ത്രിയുടെ നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഇവിടുത്തെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ശരിയാണ്, ഗറില്ല അതിക്രമം ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ കാലത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? റോട്ടിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് ചെറുപ്പക്കാർ ജീവൻ പൊലിയുകയും പോലീസ് ആക്രമിക്കപ്പെടുകയും കാലാകാലങ്ങളോ വർഷങ്ങളോളം കേസ് നടത്തുകയും പരീക്ഷ യൂണിവേഴ്സിറ്റി എക്സാം പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥ വരികയും ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ഇവരെത്തുകയും ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് കൃത്യമായി തന്നെ ഇവരൊക്കെ ഉയരേണ്ട സമയം കഴിഞ്ഞു. ഇവർക്ക് ഈ പ്രാകൃതമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ നിന്നും ഈ ചെറുപ്പക്കാർ ഉയർന്ന് പ്രവർത്തിക്കേണ്ട, പുരോഗമനപരമായ രീതിയിൽ ലോകത്തിനൊപ്പം സഞ്ചരിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇവർ ഇവിടെ ഇരുന്നിട്ട് തർക്കിച്ചിട്ട് നിങ്ങൾ കുറേ പേര് ഉപദ്രവിച്ചില്ലേ, ഞങ്ങൾ കുറേ പേര് ഉപദ്രവിച്ചില്ലേ എന്ന് പറയണ്ട. അതുപോലെ തന്നെ ഒരാൾ FIR ഇടണം, എനിക്കൊരു പരാതി ഇടുന്നത് പറഞ്ഞാൽ പരാതി എടുക്കണം. മന്ത്രി ചെയ്തുകൊണ്ട് എന്താ പരാതി എടുക്കാൻ പറ്റില്ലേ? മന്ത്രിക്ക് യാതൊരുവിധ നിയമപരമായ പരിരക്ഷയും നമുക്ക് കൊടുക്കണ്ട എന്നാണോ? മന്ത്രിയുടെ നേരെ പോലും ഇങ്ങനെ ചെയ്യാൻ മടിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ സാധാരണക്കാരായ സ്ത്രീകളുടെ നേരെ അതിക്രമം നടത്തില്ല എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഒരു സംശയത്വം പോലും ഉണ്ടെങ്കിൽ മന്ത്രിയുടെ നേരെ കൈയോങ്ങി അല്ലെങ്കിൽ ആക്രമിക്കാൻ വന്നു, ഇനി അടി വാങ്ങി മന്ത്രി വഴിയിൽ കിടന്ന് ചവിട്ട് കിട്ടിയ ശേഷം മാത്രമേ FIR എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയണേ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നോ?
ഇത് ഏത് കാട്ടുനീതിയാണ് കാട്ടിൽ പോലും ഈ നീതിയില്ല. എന്ത് നീതിയാണ് സംസാരിക്കുന്നത്? എൻ്റെ നേരെ ആക്രമിക്കാൻ ഒരാൾ വന്നു, എൻ്റെ മനസ്സിൽ ദ ആപ്രിഹെൻഷൻ സ്റ്റാർട്ട്സ്. നിയമം പറയുന്നത് എന്താണ്? എൻ്റെ മനസ്സിലേക്ക് ആ ഭയം വന്നു, മന്ത്രി ആക്രോശിച്ചു, പിന്നെ എന്നെ തല്ലുകയും തെറി പറയുകയും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്കെതിരെ മുദ്രാവാക്യങ്ങളും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് റീത്തും വെക്കുന്ന ആൾക്കാരുടെ മുന്നിൽ അതിക്രമിക്കുന്ന ആളുകളെ നേരിടാനുള്ള അവകാശം, സെൽഫ് ഡിഫെൻസ്, നമ്മുടെ റൈറ്റ് ടു ലൈഫിൽ ഉൾപ്പെട്ട സാധനമാണ്. 10 സെക്ഷനാണ് BNS മാറ്റി വെച്ചിരിക്കുന്നത്, IPC മാറ്റി വെച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് നിങ്ങൾ എന്നെ അതിക്രമിക്കുമെന്ന ഭയം, ആപ്രിഹെൻഷൻ വരുന്ന നിമിഷം മുതൽ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒപ്പം തന്നെ ആ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമായി എന്നെ നിങ്ങൾ അടിച്ചാൽ നിങ്ങളെ ഞാൻ തുപ്പും, നിങ്ങളെ ഞാൻ അടിക്കും, നിങ്ങളോട് ഞാൻ ചിലപ്പോൾ ഞാൻ അത്രയും ബാലൻസ്ഡ് ആയിട്ട് പെരുമാറിയെന്ന് വരില്ല. ഔട്ട് ഓഫ് സഡൻ പ്രൊവോക്കേഷൻ, ഔട്ട് ഓഫ് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ തിരിച്ചു പറയും. നിങ്ങൾ ആരാണ് എന്നെ തല്ലാനെന്ന് ചോദിക്കും, എന്തിനാ എന്നെ കൊല്ലാൻ വരുന്നതെന്ന് ചോദിക്കും, ധൈര്യമുണ്ടെങ്കിൽ ആക്രമിക്കട എന്ന് പറയും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ പ്രതികരണങ്ങളാണ്. ആ പ്രതികരണം തെറ്റാന്നും അവിടെ മന്ത്രി അസഭ്യം പറഞ്ഞുവെന്നും, നിങ്ങൾ ആക്രമിക്കാനും ഒളിച്ചിരുന്ന് നിങ്ങൾ കയറാൻ പാടില്ലാത്ത സ്ഥലത്ത്, നിങ്ങൾ എന്താ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താണോ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയത്? ടിക്കറ്റ് അവിടെ ഒളിച്ചിരുന്ന് നിയമലംഘനം നടത്തിക്കൊണ്ട് വരിക്കുന്ന ആൾക്കാർ ചെയ്തത് ശരിയെന്ന് നമ്മൾ പറയണോ? ഇതാണോ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മാതൃക പറഞ്ഞു കൊടുക്കേണ്ടത്, ചെറുപ്പക്കാർക്ക് മാതൃക പറഞ്ഞു കൊടുക്കേണ്ടത്? മറ്റുള്ള പഴയ രീതിയിലുള്ള എല്ലാവിധ കാര്യങ്ങളെയും മാറ്റി പുതിയ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു. ഉണർന്ന് പ്രവർത്തിക്കാനും മാറി ചിന്തിക്കാനും തിരുത്തി പ്രവർത്തിക്കാനും മാപ്പ് പറയാനൊക്കെ പറയുക കുട്ടികളുടെ അടുത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.